അപ്പോൾ Day 3 ഓഫ് വ്ലോഗ്. ആക്ച്വലി ഇന്ന് മുടി വെട്ടാൻ പോയാലോ എന്ന് ആലോചിക്കാം. ഞാൻ ഒരുപാട് മുടിയൊന്നും വളർത്താറില്ല. ആക്ച്വലി 1-2 പ്രാവശ്യം വളർത്തിയിട്ടുണ്ടെന്നുള്ളൂ. ഈ മുടിക്ക് ഇങ്ങനെ വളഞ്ഞും തിന്നിട്ടൊക്കെ എടുക്കണത്, പിന്നെ മുടി കെട്ടി വെക്കണം. സോ അത് കാരണം മുടി വെട്ടാന്ന് വിചാരിച്ച്. പപ്പക്ക് താല്പര്യമില്ല മുടി മുറിക്കാൻ. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാ ഞാൻ പോയിട്ട് വരാം. ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടും വെട്ടിക്കുന്നു തന്നെ പറയും. ഉമ്മമാര് പിന്നെ അങ്ങനെയാണ്, മുടിയൊക്കെ മുറിച്ച് ഒന്ന് ഡീസൻ്റായി നടക്കണം എന്നാണ് അവർക്ക് ഇഷ്ടം. സംഭവം നമുക്ക് അറിയില്ല മുടി വെട്ടാൻ വേണ്ടിയിട്ടാണ് പോണെന്നുള്ളത്. എസ്കോബാർ എന്ന് പറഞ്ഞ സലൂണിനാണ് മുടി വെട്ടാൻ പോയത്. ഇവിടെ ഞാൻ ആദ്യമായിട്ട് ഇത് നമ്മള് റിയാസ് ബ്രോ പറഞ്ഞതാ എസ്കോബാർ. അത്യാവശ്യം നല്ല കട്ടിങ് ആണ് പറഞ്ഞത്. അടിയില് റെസ്റ്റോറന്റ് ഉണ്ട്, അതിന്റെ ഒരു സൗണ്ടാണ്. ഉള്ളിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ സെറ്റപ്പാണ് തോന്നുന്നത്. രാവിലെ തന്നെ ഇവിടെ തിരക്കുണ്ട് തോന്നുന്നു. രാവിലെ തന്നെ ആയതുകൊണ്ട് തിരക്കില്ല കേട്ടോ. കയറി വരുമ്പോ തന്നെ കുറച്ച് ക്രീംസ് കാര്യങ്ങൾ, പിന്നെ അതേപോലെ സെറംസ് ഒക്കെ ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം ഒരു 2 പേർക്ക് സ്പാ ഓപ്പൺ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇവര് പറഞ്ഞത് ഇതില് ലെയർ കട്ട് ചെയ്യാനാണ്. ലെയർ കട്ട് ചെയ്താൽ ഇത്ര വലിപ്പം ഉണ്ടാവില്ലല്ലോ. ഞാൻ ഇത്രയും അധികം ലെങ്ത് കൂട്ടാറില്ല. अगर तुम शॉर्ट रखोगे इसको तो तुम गूगल पे कोई भी फोटो चॉइस कर सकते हो. मैं वो हेयर कट दे दूंगा आपको. ठीक. അപ്പൊ അവള് പറഞ്ഞ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ലോങ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഫെദർ കട്ട് ചെയ്യും. എല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് വെക്കണെങ്കിൽ ഗൂഗിളിൽ നോക്കിയിട്ട് ഏതെങ്കിലും പിക്ചർ കാണിച്ചെന്നാൽ അതേപോലെ ചെയ്തുതരാന്ന് പറഞ്ഞു. പിന്നെ മൂപ്പരെന്നെ സജസ്റ്റ് ചെയ്തതാണ് സൈഡില് ബുള്ളറ്റ് കട്ടും ബാക്കിൽ ഫെദർ കട്ടും ചെയ്ത് കഴിഞ്ഞാൽ രസം ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കട്ട് ചെയ്യുമ്പോഴത്തേനും ആളെന്നെ കാണിച്ചു, കണ്ണാടി വെച്ചിട്ട് കാണിച്ചു തരും. ഇത് ഓക്കെ ആണോ അത് ഓക്കെ ആണോ എന്നൊക്കെ കാണിച്ചു തരും. സോ ഈ പോർഷൻ കണ്ട ഏകദേശം 0 അതോ 0.5 എടുത്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. സോ അത് കഴിഞ്ഞതിന്റെ ശേഷം ആളെന്ത് ചെയ്ത് കണ്ണാടി വെച്ച് കാണിച്ചിട്ടൊക്കെ ചെയ്ത്. ബുള്ളറ്റ് കട്ടിങ്ങിന്റെ പോർഷൻ കഴിഞ്ഞപ്പോൾ ഹെഡ് വാഷ് ചെയ്യാൻ വേണ്ടി ആദ്യം വെള്ളം വെച്ച് നന്നായിട്ട് തലൊക്കെ ഒന്ന് കഴുകിയതിന്റെ ശേഷം ഒരു ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു മസാജ് പോലൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്ത് തന്നു കേട്ടോ. പിന്നെ ഫെദർ കട്ട് ചെയ്യാൻ ഇവർക്ക് വെറ്റായിട്ടുള്ള മുടിയാ തോന്നുന്നു സുഖം. അത് കാരണം തോന്നുന്നു ഇവര് ഈ ബുള്ളറ്റ് കട്ടിന് ശേഷം അവര് എന്താ പറയാ വാഷ് ചെയ്തത്. സോ കട്ടിങ്ങും താടി സെറ്റൊക്കെ ചെയ്യല് കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഗൈസ് കഴിഞ്ഞിട്ടുള്ള ലുക്ക്. കണ്ടോ ബാക്കില് ഫെദർ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇവിടുത്തെ കട്ടിങ് കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമായി. പിന്നെ ആളാട്ടോ നമുക്ക് കട്ട് ചെയ്ത് തന്നത്. പേര് റിസ്വാൻ ഖാൻ ആണെന്നാ പറഞ്ഞ ഓർമ്മ. ഹെയർ സ്റ്റൈല് എന്താണ് നിങ്ങൾ നോക്കിയിട്ട് കമന്റ് ചെയ്യട്ടോ. സോ ഇനി മമ്മ എന്താ പറയുന്ന അറിയില്ല. മമ്മക്ക് വേണ്ടി സൈഡ് ഷോർട്ടും ആക്കി, പപ്പാക്ക് വേണ്ടി മുകളിലെ ലെങ്ത് വെച്ചിട്ട്. മമ്മ മുടി വെട്ടി. മമ്മ മുടി വെട്ടിയത് തന്നെ അറിഞ്ഞിട്ടില്ല. ഇത് എത്ര പേർക്ക് അറിയുന്ന അറിയില്ല. ഇത് നീലബൃങ്ങാതി കേരതൈൽ എന്ന് പറഞ്ഞിട്ട്, അതായത് വെളിച്ചെണ്ണയാണ്. ഇതിന്റെ എള്ളെണ്ണയും കിട്ടും. മുടി കൊഴിച്ചില് അതേപോലെ അകാല നിരക്കൊക്കെ ബെസ്റ്റ് സാധനം. പക്ഷെ ഇത് നമ്മൾ ഒരുപാട് കാലം യൂസ് ചെയ്യണം കേട്ടോ. ഇത് കോട്ടക്കല്ലാണ്. ഓക്കെ, ഇത് അടിപൊളി ഐറ്റാണ്. എന്താ പറയുക, ആഴ്ചയിലൊരു 1-2 ദിവസം കുറച്ച് നേരം ഒരു 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ തലയിലിട്ടിട്ട് ഒരു മൈൽഡ് ഷാമ്പു വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇത് കഴുകി കളഞ്ഞാൽ മതി. മുടിക്ക് ബെസ്റ്റാണ്. ഞാൻ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ വന്നപ്പോൾ പിന്നെയും മേടിച്ചതാണ്. ഇവരിവിടെ രാവിലെ തന്നെ കളി തുടങ്ങി. വീട്ടിലുണ്ടായതാട്ടാ. പിന്നെ അതേപോലെ തന്നെ പള്ളി വിട്ട് വന്ന് ബിരിയാണി ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഇടത്തട്ട്
ഇത് ഞാലിപ്പൂവനാണ്. ഞാലിപ്പൂവൻ, കുഞ്ഞു ഞാലിപ്പൂവനാ. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ചിലത് കുറച്ച് ആവാത്തുണ്ട്. പിന്നെ ആ ഒരു പച്ചന്റെ ഒരു പ്രശ്നമുണ്ട്. പഴുത്ത് നല്ല രസം. തോന്നുന്നു ചെറുപഴത്തില് നല്ല ടേസ്റ്റ് ഉള്ളത് ഞാലിപ്പൂവനാണ് തോന്നുന്നു. ബിരിയാണി ഒന്നും ഇതാണ് ബിരിയാണി. ഇന്നത്തെ സ്പെഷ്യൽ, വെള്ളിയാഴ്ച സ്പെഷ്യൽ ബിരിയാണി, ഐക്കൂറ ബിരിയാണി. ഓക്കെ, ഞാൻ അത്ര ബിഗ് ഫാനൊന്നുമല്ല, പിന്നെ കഴിക്കും. പിന്നെ നമ്മളെ പച്ച ചമ്മന്തി ഉണ്ടാവും, മാറ്റി തരും. പച്ച ചമ്മന്തി ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പച്ച ചമ്മന്തി ഇത് ദമ്മ് ചെയ്തിട്ട് ഫിഷ് അതിൻ്റെ മേലെ നിന്ന് ഇറക്കി വെച്ചതാണ് കേട്ടോ. പച്ച കളറുള്ള ചമ്മന്തി കേട്ടോ. ഇത് തേങ്ങാ ചമ്മന്തിയാണ്. ഓക്കെ, ഇത് നല്ല കട്ട തൈര് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഫിഷ് ഇങ്ങനെ എടുത്ത് തൈരും അതേപോലെ ചോറും ചമ്മന്തി കുറച്ചിങ്ങനെ എടുത്ത് പിടിച്ചിട്ട് ഒരറ്റടി അടിപൊളി. സൂപ്പർ എന്ന് പറഞ്ഞാൽ എല്ലാം സൂപ്പറായിട്ട് പറയുന്നുണ്ട്. ഇത് മാത്രമേ പറയണുള്ളൂ കേട്ടോ. ഇന്നലെ ഇപ്പം കൂന്തള് കൂന്തള് നിറച്ചത് പൊട്ടിയെന്ന് പറഞ്ഞു. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റ് ഉള്ളതിന് തന്നെ പറയണുള്ളൂ ടേസ്റ്റ് ഉണ്ടെന്ന്, വെറുതെ പറയല്ല. അടിപൊളിയാണ്. ഞാൻ അത്ര ഫിഷിൻ്റെ വലിയ ഫാനൊന്നുമില്ല, എന്നാലും നല്ല രസമാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് കർമ്മ റോട്ടിലൊന്ന് പോവാന്ന്. ഇവിടെ ഈ നാച്ചുറൽ വൈബ്സ് ഒക്കെ ആസ്വദിച്ച് വരാൻ പറ്റിയ ആൾക്കാർക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. കുറച്ച് നേരം ഈ സൺസെറ്റ് ഒക്കെ കണ്ട് ഈ പുഴക്ക് ഇങ്ങനെ ആസ്വദിച്ച് ഒരു ഡ്രൈവും, പിന്നെ ഇവിടെ പാർക്ക് ഉണ്ട്. പിന്നെ സ്നാക്സ് ഒക്കെ ഒരുപാട്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ സ്നാക്സ് ഒക്കെ ഒരുപാട് കിട്ടുന്നത്. ഇതെന്താ TNT അങ്ങനത്തെ സംഭവം അല്ലേ? ഇത് മാവാണ്. നമുക്ക് ചായ വേണോ? അമ്മൻ്റെ പിന്നെ ഇത് കണ്ട, ഇത് തോറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എടുക്കണ മരമാണ്. മരം സംഭവം ചെരിഞ്ഞ് താഴെ വീണിക്കണ തോന്നുന്നു. പക്ഷേ അതിൻ്റെ റൂട്ട്സൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് അവിടെ തന്നെ കിടക്കേണ്ടി തോന്നുന്നു. പിന്നെ അതിൻ്റെ എൻഡിലൊക്കെ ഉണ്ടോ, ഇത് ആ മരത്തിൻ്റെ എൻഡിൽ തന്നെ ഇവർ കോൺക്രീറ്റ് ഒക്കെ ചെയ്തതിൽ കുറച്ച് ആർട്ട് ഡിസൈനൊക്കെ ആയിട്ട് ഒരു പാമ്പിൻ്റെ തല ആഡ് ചെയ്ത് കൊടുത്ത കേട്ടോ. പിന്നെ പ്ലേസ് ഒക്കെ അത്യാവശ്യം ക്ലീൻ ആണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ബിലുവിന് സ്വീറ്റ് കോൺ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. പിന്നെ ഇവിടുന്ന് ഇരുന്ന് കഴിക്കാനൊക്കെ ഒരു സ്ഥലമുണ്ട് കേട്ടോ, സ്വീറ്റ് കോണ്. മമ്മിയും ബിലു സ്വീറ്റ് കോണ് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയിട്ട് കാടമുട്ട ഉണ്ടാക്കുക. കാടമുട്ട മേടിച്ചോണ്ട് എനിക്കും പപ്പക്കും. ഞാൻ പപ്പയ്ക്ക് ഒരു ഗ്ലാസ് ചായ. സംഭവം കാടമുട്ട രസം ഉണ്ടായിരുന്നു പപ്പ പറഞ്ഞു. പക്ഷേ ചായ അത്ര പോരാ പറഞ്ഞു. ചില സമയത്ത് രസം ഉണ്ടെന്ന് പറഞ്ഞു. കാരണം കഴിഞ്ഞ വർഷം പോയപ്പോൾ നല്ല ചായ കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇവര് ഐസ് മേടിച്ച്, അത് കഴിഞ്ഞ് ഈ പോപ്കോണൊക്കെ കഴിച്ച്, അത് പിന്നെ വണ്ടിയിൽ നിന്നാണ് കഴിച്ചത്. അവിടെ നിന്ന് മേടിച്ചിട്ട് പോപ്കോൺ ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാക്കിൻ ക്ലീനർ വെച്ചിട്ട് എന്ത് ചെയ്ത് കാറൊക്കെ ഒന്ന് എന്ത് ചെയ്ത് വൃത്തിയാക്കി. അപ്പോൾ റിച്ചു ഇന്ന് കലീജ് മാളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവിടെ പോയിട്ട് അവനെ മീറ്റ് ചെയ്യണം. അവിടുന്ന് പിന്നെ നമ്മൾ വേറൊരു ഫ്രണ്ട് ഉണ്ട്, സർത്താജ് മാഷാണ്, അവിടെ മീറ്റ് ചെയ്യണം. അങ്ങനെ അവനൊന്ന് മീറ്റ് ആക്കണം, സോറി. അപ്പോൾ ഇനിയിപ്പോൾ റിച്ചുവിനെ പൊക്കാം. റിച്ചു കർണാടകയിൽ നിന്ന് കണ്ണാടൻ്റെ ഫ്രെയിം ചേഞ്ച് ചെയ്യാം. ഓക്കെ, അവന് ഒരു എക്കാസക്കിലാണ് എടുത്തത്, എന്ത് കണ്ണാടൻ്റെ ഫ്രെയിം എടുത്തത്. സോ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ എക്കാസക്ക് കാരണം കണ്ണട ഇതാണോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രെയിം. പക്ഷെ അവന് ഇഷ്ടമായില്ല. ഇത് ഇത്തിരി തടിയുണ്ട് അത്ര, അത് കാരണം എന്താ ചെയ്യാ. ഇതാണ് മോനെ പുതിയ ഹൈവേ. നമ്മളെ ഹൈവേ ഒക്കെ ഇവിടെയൊക്കെ ഫുള്ള് റെഡിയല്ലേ മോനെ. നോക്ക്, ഫുള്ള് ലൈറ്റ് ഒക്കെ ഓണാക്കിട്ട് അപ്പുറത്തെ സൈഡിൽ ലൈറ്റ് ഓണില്ല അല്ലേ? അപ്പുറത്തെ സൈഡ് ഓണല്ല, ഇവിടെ ഫുള്ള് സെറ്റ് സെറ്റ് മൊത്തം കഴിഞ്ഞാൽ അടിപൊളിയാവും അല്ലേ? വേറെ ഇവിടുന്ന് കോഴിക്കോട് പോകാനൊക്കെ വളരെ എളുപ്പമല്ലേ? നമ്മള് സർത്താജ് ഉണ്ടല്ലോ, സർത്താജ് ഇപ്പോ വളാഞ്ചേരിയിലാണ് ആക്ച്വലി. അവന് കുറ്റിപ്പുറത്തേക്ക് വന്നോണ്ടൊക്കെ. ഞങ്ങൾക്കും ഇവിടുന്ന് കുറ്റിപ്പുറത്തേക്ക് വളരെ സുഖമാണ്, അവനും സുഖമാണ്. ഇവിടുന്ന് കുറ്റിപ്പുറത്തേക്ക് 10 മിനിറ്റ്,
ശൗചാലയ എല്ലാ സ്ഥലത്തും എത്തി. എല്ലാ നാഷണൽ ഹൈവേയിലും ഉണ്ട്, പക്ഷെ ആരും യൂസ് ചെയ്യാറുണ്ട്. ഇവിടുന്ന് 360 അടിക്കും. എങ്കിലും അല്ലേ എല്ലാ സ്ഥലത്തും പെട്ടെന്ന് എത്തണ്ടേ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ നടൻ. ഞങ്ങള് പറഞ്ഞ നാട്ടെ മാഷാണ്. അല്ലാതെ വേറെ പടമില്ല. അന്നാണ് സിനിമ അല്ലാതെ ഇപ്പൊ നമുക്ക് വേറെ പണിയൊന്നുമില്ല. എങ്ങനെയുണ്ട് മാഷാട്ടോ? നാണായി മാഷിന് എത്ര കുട്ടികളെ ക്ലാസ് എടുക്കണേ മാഷാണ്. നമ്മള് പോവും. സർത്ത് ഇതൊരു വ്ളോഗറാണ്, പിന്നെ ഒരു വ്ളോഗറെ ഭർത്താവാണ് ഇരിക്കുന്നത്. പറയൂ എന്താണ് വലിയ പ്രശ്നമാണ് എന്താ പറയാ വ്ളോഗർ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ശരി, ചിഞ്ചന്റെ ഭർത്താവുകാരനായിരിക്കും. കുറ്റിപ്പുറം പഴയ പാലം. പറഞ്ഞിട്ട് എടുക്കുന്നൊക്കെ അല്ലേ? നിങ്ങൾ വീഡിയോ എടുക്കുകയാണോ? ഊണൊന്നും വേണ്ട. അത് റിച്ച് ചെയ്ത പോലെ. എങ്ങോട്ട് പോനെ? അങ്ങനെ ബീഫ് കഴിപ്പത്തിന് കുറച്ച് ടൈം എടുത്തിട്ടാണ് വന്നത്. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. BDF ഇവര് ബീഫ് ചില്ലി സൂപ്പർ. ബീഫ് ചില്ലി മാത്രമല്ല കരിപ്പത്തിലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ്. സോ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ഫ്രം ബിൻഷാദ്.